നമസ്കാരം. നാട്ടുവെളിച്ചം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാട്ടുവെളിച്ചം പരിപാടിയുടെ ഈ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത് ഒരു നാട്ടിൻ്റെ സാംസ്കാരിക തെളിമ അക്ഷരാർത്ഥത്തിൽ നാട്ടുവെളിച്ചമായി മാറിയ ദേശബന്ധു വായനശാലയുടെ വിശേഷങ്ങളാണ്. വായനശാലയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മളോടൊപ്പമുള്ളത് വായനശാലയുടെ പ്രസിഡൻ്റായ ശ്രീ CC സുരേന്ദ്രൻ, അതുപോലെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ P പ്രകാശൻ, ലൈബ്രറിയനായ ശ്രീ M നിഷ എന്നിവരാണ്. സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഏകദേശം 1947 വായനശാല ഗ്രന്ഥാലയം പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു. ഒരു നാട്ടിൻ്റെ വെളിച്ചമായി മാറാൻ ഒരു പ്രദേശത്തിൻ്റെ പേര് തന്നെ ദേശബന്ധു എന്നായി മാറി. അപ്പോൾ നാട്ടിൽ അത്രത്തോളം ഇടപഴകാൻ ഈ വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രന്ഥാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇതിൻ്റെ തുടക്കം, ആദ്യകാലത്തുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാം. 1947 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂർച്ചയിലെത്തിയ കാലഘട്ടത്തിലാണ് ഈ ദേശബന്ധു വായനശാല ആരംഭം കുറിക്കുന്നത്. 1947 ശ്രീ കക്കോത്ത് കുഞ്ഞിരാമൻ മാസ്റ്റർ, ഈ ഗോപാലൻ തുടങ്ങിയവരാണ് ആദ്യമായി ഈ ദേശബന്ധു വായനശാലയ്ക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചത്. 4 പേരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ആദ്യം ഉണ്ടായത്. ആദ്യകാലത്ത് ഒരു ചെറിയ ഓലപ്പുരയിൽ എന്ന് വെച്ചാൽ 4 തൂണുകൾ മാത്രം ഉള്ള ഒരു ഓലപ്പുരയിലാണ് ഈ വായനശാല കുറിക്കുന്നത്. പിന്നീട് നാട്ടിലെ ചെറുപ്പക്കാർ ഇതിനോട് ആഭിമുഖ്യം കൊണ്ട് കുറച്ചുകൂടി നല്ല ഒരു രൂപത്തിലേക്ക് മാറ്റണം എന്നുള്ളത് കൊണ്ട് 1948 ഇപ്പോഴുള്ള പഴയ വായനശാലയുടെ തൊട്ടടുത്ത് കുറച്ച് വടക്ക് മാറിയിട്ടാണ് പുതിയ ഒരു വായനശാല കെട്ടിടം സ്ഥാപിതമായത്. അന്ന് ജനങ്ങളുടെ നിശ്ചയമായ യുവാക്കളുടെയും ജനങ്ങളുടെയും നിശ്ചയമായ ഒരു സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ ഒരു ചെറിയ പിരിവ് നടത്തി 28 രൂപ അന്ന് പിരിവ് നടത്തിയാണ് ഈ വായനശാല ആരംഭം കുറിക്കുന്നത്. അന്ന് സ്കൂൾ വീടുകളിൽ സന്ദർശിച്ചുകൊണ്ട് ഞാനത് നിങ്ങൾ ഈ 1995 തോന്നുന്നു സ്മരണിക ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് വായിച്ച് കൗതുകരമായ ഒരു കാര്യം, നാട്ടിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ വിഷുക്കൈനീട്ടം എന്ന പേരിൽ സംഭാവനയായും പുസ്തകങ്ങളായും ശേഖരിച്ച് അത് വെച്ച് ഒരു ഗ്രന്ഥാലയം, അത് 37 പുസ്തകങ്ങളോ മറ്റോ ആയിരുന്നു തോന്നുന്നു അല്ലേ, അതിനകത്ത് പരാമർശിച്ചത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ചെറിയൊരു പുസ്തകങ്ങളാണെങ്കിലും അങ്ങനെ ഒരു സംവിധാനം, അപ്പോൾ അതൊരു ആവേശമായിരുന്നു. ആ ആവേശത്തിൻ്റെ കിടാവിളക്കായി ഇന്നും അത് സൂക്ഷിച്ചു വരുന്നുണ്ട്. ഏതായാലും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് അങ്ങനെയായിരുന്നു. 40 നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഈ തീരെ ചെറിയ ഒരു കെട്ടിടമായിരുന്നു ആദ്യകാലത്ത്. അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിലേക്ക് മാറണം എന്നുള്ള ചെറുപ്പക്കാരുടെയും വായനശാല പ്രവർത്തകരുടെയും ആഗ്രഹപ്രകാരമാണ് ഒരു പിരിവ് നടത്തി ഒരു നല്ല ഒരു ബിൽഡിങ്ങിലേക്ക് മാറണമെന്ന് അന്ന് വായനശാല കമ്മിറ്റി തീരുമാനിക്കും. അപ്പോൾ ഇപ്പോഴുള്ള പഴയ വായനശാലയുടെ കിഴക്ക് പടിഞ്ഞാറുള്ള ആ ബിൽഡിംഗ് ആയിരുന്നു അന്ന് ആദ്യമായ കാലത്ത് വായനശാല കെട്ടിടം ഉണ്ടായിരുന്നത്. പിന്നെ പിൽക്കാലത്ത് 2 റൂമുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ശ്രീ VK ചാത്തുക്കുട്ടിയുടെ സ്മാരകമായും വേറെ ഒരു വായനശാലയുടെ സ്വന്തം ഫണ്ടിലും 2 റൂമുകൾ അപ്പുറവും ഇപ്പുറവും നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പഴയ വായനശാലേൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ബിൽഡിംഗിലേക്ക് ആ രീതിയിലാണ് അന്ന് പ്രവർത്തനം തുടങ്ങി. അതിന് നല്ല അന്ന് തന്നെ ഇഷ്ടംപോലെ എന്നല്ല, കുറേ അധികം പുസ്തകങ്ങൾ ശേഖരിക്കാനും ഗ്രന്ഥശാല സംഘത്തിൽ വായനശാല രജിസ്റ്റർ ചെയ്ത് ഗ്രാൻഡ് കിട്ടാൻ തുടങ്ങിയത് മുതലാണ് വായനശാലയിൽ പുസ്തകങ്ങൾ കൂടുതലായി വരാൻ തുടങ്ങിയത്. അപ്പോൾ തുടർന്ന് ഇങ്ങോട്ട് വളർച്ചയുടെ പടവുകളായിരുന്നു. നല്ല ഇതിൽ ജനങ്ങൾക്ക് വായനശാല ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് ചതയ ദിനാഘോഷം
അന്ന് ചതയ ദിനാഘോഷമായിരുന്നു വായനശാല ഏറ്റവും നല്ല രൂപത്തിൽ പിന്നെ കൊണ്ടാടിയിരുന്നത്. അന്ന് വായനശാലയുടെ ചതയ ദിനാഘോഷത്തിന് രാവിലെ പിന്നെ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വായനശാലയുടെ രാവിലെ തന്നെ പിന്നെ ചതയത്തിൻ്റെ തലേന്ന് രാവിലെ തന്നെ മഞ്ഞക്കൊടികൾ ചെറിയ കടലാസിൻ്റെ മഞ്ഞക്കൊടികൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ പോലെ ഞാൻ അടക്കമുള്ള അന്ന് കുട്ടികൾ കൊടി രാവിലെ തന്നെ ജാതിയായിട്ട് പിന്നെ ശ്രീനാരായണ ഗുരുദേവ സ്വാമി ജയ ജയ പരമാത്മാ എന്നുള്ള ആ ഇതൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ അന്ന് ചെറുപ്പകാലത്തെ ആ ജാതകാലത്ത് എന്നും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ ചതയ ദിനാഘോഷത്തിന്റെ അന്ന് ചെറിയ കുട്ടികളെന്നോ മുതിർന്നവരോ വ്യത്യാസമില്ലാതെ വായനശാലയോട് അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചതയത്തിന്റെ തലേന്ന് രാത്രി നല്ല നാടകങ്ങൾ നാട്ടിൻപുറത്തുള്ള നമ്മുടെ കലാകാരന്മാർ പക്ഷെ ഇപ്പൊ കൈമോശം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കലാകാരന്മാർ ആരും പുറമേ നിന്നുള്ള അല്ല. സ്ത്രീവേഷം കിട്ടിയിരുന്നത് നമ്മളെ നാട്ടുകാർ തന്നെയായിരുന്നു. പിന്നെ നല്ല വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത്. നല്ല നാടകങ്ങളായിരുന്നു അന്ന്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ആ നാടകം കാണാൻ കാത്തിരുന്ന് രാത്രി വരെ കാത്തിരുന്ന് അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു. അതിങ്ങനെ വായനശാല ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ദേശബന്ധു വായനശാല എന്ന പേര് ആ കാലഘട്ടത്തിൽ ഈ 1937 ഒരു പിന്നെ മാട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് മാട്ട് യു.പി. സ്കൂൾ. അവിടെ ഒരു പിന്നെ ഒരു വായനശാല ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ വായനശാലയുടെ പേര് തന്നെ ഈ വായനശാലക്കും വേണം എന്നുള്ള രൂപത്തിലാണ് ദേശബന്ധു വായനശാല എന്ന പേര് വരുന്നത്. ആ ദേശബന്ധു വായനശാല പിന്നീട് നാട്ടിലെ എല്ലാവരും ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ദേശബന്ധു എന്ന് പറഞ്ഞാൽ ആ പ്രശസ്തമായ ഒരു പ്രദേശം തന്നെയാണ്. ദേശബന്ധുവിന്റെ പേര് പ്രദേശത്തിന്റെ പേര് തന്നെ ദേശബന്ധു എന്ന രൂപത്തിലേക്ക് മാറി. അത് ഇന്നും ജനങ്ങൾ ദേശബന്ധു എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലയിലെ ഏത് മുക്കിലും മൂലയിലും പോയാലും ഏതാനും ചെറിയ കുറച്ച് സാംസ്കാരിക സ്ഥാപനങ്ങൾ മാത്രമേ അങ്ങനെയുള്ളൂ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പങ്കുവച്ചത് ഈ മിനി ക്ലബ്ബ് അമ്മ പയ്യനൻ പലിയറ്റിനൊക്കെ മിനി ക്ലബ്ബ് മട്ടന്നൂരുള്ള അവരുടെ ആ ഒരു വാർഡിന്റെ പേര് മിനി എന്നുള്ള ആ പേര് തന്നെയാണ്. അതുപോലെ ദേശബന്ധു എവിടെ പിന്നെ ഇനിയിപ്പോ ഏത് കണ്ണൂർ ജില്ലയിൽ എവിടെ പോയാലും ദേശബന്ധു എന്ന് പറഞ്ഞാൽ പിന്നെ ദേശബന്ധു സ്ഥലമാണെന്നാണ് ആൾക്കാരുടെ ആ രൂപത്തിലേക്ക് ഇതാണ്. ആ ദേശബന്ധുവിന്റെ പേര്, ആ പ്രവർത്തനം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ജനങ്ങൾ ദേശബന്ധു വായനശാലയെ സ്നേഹിക്കുന്ന ഇതുണ്ടായത് കൊണ്ടാണ് ഇപ്പോഴും ആ പേര് നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷെ എല്ലാ അർത്ഥത്തിലും ഇന്ന് പിന്നെ എല്ലാ മേഖലയിലും പിന്നെ വായനശാലകളുടെ ചെറിയ ചെറിയ പിന്നെ ആധുനിക കാലഘട്ടത്തിന്റെ കുറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഇത്രയധികം പുസ്തകങ്ങളും റെഫറൻസ് ലൈബ്രറികളും എല്ലാം ഉള്ള വായനശാലയിലും വേണ്ടത്ര ഇന്ന് ആ രൂപത്തിൽ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സത്യം. എന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും വിപുലമായ പുസ്തക ശേഖരണങ്ങളുണ്ട്, എന്നിട്ട് പോലും അത് നമ്മുടെ പക്ഷേ ഇത്രയും പ്രാധാന്യമുള്ള ഇപ്പൊ താങ്കളാണ് ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മുടെ പൂർവികന്മാരൊക്കെ വളരെയധികം ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പം പുതിയ ഒരു ഭരണസമിതി വന്നു, അതിനൊരു പ്രസിഡന്റായി. ഇപ്പം എന്താണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? പുതിയ ലൈബ്രറിൻ്റെ പിന്നെ പ്രസിഡന്റ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം ആയിട്ടേ ഉള്ളൂ പുതിയ വായനശാല കമ്മിറ്റി നിലവിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ വായനശാലകളുടെ ഒരു പിന്നെ ചെറിയ പിന്നെ ജനങ്ങൾ വേണ്ടത്ര സ്വീകരിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ പുതിയ കമ്മിറ്റിയിൽ നമ്മൾ കൂടുതൽ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ കമ്മിറ്റി വന്നിട്ടുള്ളത്. വിവിധ പിന്നെ സർക്കാർ സർവീസുകളിൽ നിന്ന് പിരിഞ്ഞവർ, പിന്നെ വായനശാല പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അറിവുള്ളവർ, പിന്നെ നല്ല ചെറുപ്പക്കാരെ എല്ലാം നമ്മൾ ഈ വായനശാല കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ല നിലയിൽ പണ്ടത്തെ ആ പ്രതാപത്തിലേക്ക് തന്നെ കഴിയുമെങ്കിൽ അത് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടം കൊണ്ട്, അല്ലാണ്ട് നമുക്ക് വായനശാല പ്രവർത്തനം കൊണ്ട് അങ്ങനെ എത്താൻ കഴിയില്ല എന്നല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ അതായത് ഈ മുഴുവൻ ഈ തലമുറ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സഹകരിപ്പിച്ചു. ഒന്നാമത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ നവമാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചാരം വരികയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഈ പുസ്തക വായന ആ രീതിയിൽ വായനശാല സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെയുള്ളത് താരതമ്യേന കുറവാണ്. പക്ഷേ ചില പ്രദേശങ്ങളിൽ നമ്മളിപ്പം ഈ നാട്ടുവിളിച്ചും പരിപാടിയിൽ തന്നെ പല പ്രദേശങ്ങളിലും എത്തി പല സാംസ്കാരിക സ്ഥാപനങ്ങളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ചില വായനശാലകൾ ആ പുതിയ തലമുറക്കനുസരിച്ചിട്ടുള്ള ട്രെൻഡുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് അവർക്ക് സാംസ്കാരിക സ്ഥാപനം എന്നുള്ള വായനശാലയോട് വരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഭാവിയിൽ
പിന്നെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ ചെറുപ്പക്കാരെ ഇതിലേക്ക് പിന്നെ അടുപ്പിക്കാനും എല്ലാ വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മെമ്പർഷിപ്പ് കൂടുതൽ എല്ലാ വീടുകളും സന്ദർശിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് പിന്നെ അതിൽ ചേർപ്പിക്കാൻ എല്ലാ വീട്ടിലും ഒരു മെമ്പർ ഉണ്ടാകണം എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. നമ്മളെ പുതിയ കമ്മിറ്റി ഇപ്പം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ കമ്മിറ്റിയിൽ ഇങ്ങനെ പല ആലോചനകളും നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും ഒരു മെമ്പറെങ്കിലും ഉണ്ടാവുക, ഒരു മെമ്പറെങ്കിലും അതിൽ ഒരു വീട്ടിൽ എല്ലാ മെമ്പറും പെടുത്താൻ പറ്റുമെങ്കിൽ എല്ലാ മെമ്പറേയും പെടുത്താനുള്ള ഈ ദേശബന്ധുവിലെ ബന്ധുവായിരിക്കണം, ദേശബന്ധുവിന്റെ മുഖമുദ്രയായിരിക്കണം ദേശബന്ധു വായനശാല എന്നാണ് ആ പഴയ പ്രതാപത്തിൽ തന്നെ ലേക്ക് പോകണം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കമ്മിറ്റിയുടെ തീരുമാനം. അതിലെ കക്ഷി രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയം ഇല്ല, ഈ വായനശാലക്ക് കക്ഷി രാഷ്ട്രീയം അങ്ങനെ ഒന്നും പറയാനില്ല. പക്ഷെങ്കിൽ ഇപ്പം പുറമേയുള്ള ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഗ്രന്ഥാലയം എന്ന് പറഞ്ഞാൽ തന്നെ അറിവിന്റെ അതാണ് അതിനുള്ള എല്ലാ ഇത് സാഹചര്യം നമ്മളെ വായനശാലക്കുണ്ട്. ഒരു കാലത്ത് ഇപ്പോ ചരിത്രം പറയുമ്പോൾ ഒരു കാലത്ത് പിന്നെ വായനശാല ദേശബന്ധു വായനശാലയിലെ പാത്രങ്ങൾ പിന്നെ വാടക കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു, വട്ടളം, ചെമ്പ് ഒക്കെ. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മളെ ദേശബന്ധു പ്രദേശത്തെ വീടുകളിൽ കല്യാണം നിശ്ചയിക്കേണ്ടത് ദേശബന്ധു വായനശാല സെക്രട്ടറിയോടും ലൈബ്രറിയോടും ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. എന്ന് വെച്ചാൽ ദേശബന്ധു വായനശാലയിലെ ചെമ്പിന്റെയും വട്ടളത്തിന്റെയും നോക്കിയിട്ട് മാത്രം അങ്ങനെ നിശ്ചയിക്കാൻ പറ്റും ആ ഒരു നിലയിലേക്ക് ദേശബന്ധു വായനശാല എത്തിയിരുന്നു. ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ പുതിയ ആ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജനങ്ങളുടെ അത് നമ്മളിപ്പോ ആ ഒരു ചെമ്പ് എന്നുള്ള രീതിയിലല്ല. അപ്പൊ അന്നത്തെ കാലത്ത് അത് അത്രയും അനിവാര്യമായിരുന്നു ആ സംഭവം. വായനശാല അതിനെ മുൻകൈ എടുത്ത് വായനശാല അതിന് വേണ്ട ജനങ്ങൾക്ക് അത് വാടക എന്നുള്ള ലക്ഷ്യത്തിലല്ല, ജനങ്ങളെ സഹായിക്കാം. അന്ന് എന്തായാലും അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന്റെ ഒരു പങ്കാളി ദേശബന്ധുവായിരിക്കും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അപ്പൊ പിന്നെയാണ് പിൽക്കാലത്താണ് ഈ ചില ബാലകലോത്സവം അത് മുഖ്യ ഇതായിട്ട് പറയണം. ബാലകലോത്സവമാണ് ദേശബന്ധു വായനശാലനെ ഈ കണ്ണൂർ ജില്ല മൊത്തം പേര് ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ബാലകലോത്സവം. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഗോവിനാട്ടിന്റെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അത് കണ്ണൂർ മൊത്തം അറിയപ്പെടുന്ന ഒരു സംഭവമായി മാറി. നേടെ പോയാലും ദേശബന്ധു വായനശാലയുടെ സമീപത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് ആ ബാലകലോത്സവത്തിന് പങ്കെടുത്ത കൂട്ടർ അല്ലെ അന്നത്തെ അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ആ ജനങ്ങളെ മുമ്പിലുണ്ട്. ഇപ്പോൾ എന്താ നിങ്ങൾ നടത്താതെ എന്ന് ഒക്കെ പല ആളും ചോദിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഈ ബിൽഡിങ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിങ് 1995 ഒന്നാം നില ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിനുശേഷം രണ്ടാം നില എടുത്തു. അപ്പോൾ ആ സാമ്പത്തികമായിട്ട് ഏകദേശം അന്ന് തന്നെ പിന്നെ ഒന്നാം നില എടുക്കാൻ തന്നെ 2.5 ലക്ഷത്തോളം, അന്ന് 95 2.5 ലക്ഷത്തോളം ഉറുപ്പ്യ ചിലവായി. അപ്പോൾ രണ്ടാം നില എടുക്കാനും കൂടുതൽ ഫണ്ട് ജനങ്ങളെടുക്കാൻ വാങ്ങിക്കേണ്ടത് കൊണ്ട് കൂടുതൽ പിന്നെ ഈ ബാലകലോത്സവത്തിന് ഏകദേശം 1-2 ലക്ഷം ഉറുപ്പ്യ ജനങ്ങളുടെ പിരിവെടുത്തിട്ടാണ് നടത്താറ്. അപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് അന്ന് അത് നിർത്തിവെക്കേണ്ടത്. അത് ഇന്നും ഒരു നഷ്ടം. പക്ഷെ ഇന്നത്തെ സ്കൂളുകളിൽ പിന്നെ ബാലകലോത്സവങ്ങൾ നല്ല രൂപത്തിൽ നടക്കുന്നത് കൊണ്ടും പിന്നെ അത് നിർത്തി വെക്കേണ്ടി വന്നതാണ്. ഒരു ഭയങ്കരമായ ഏകദേശം കണ്ണൂർ ഇന്നും പ്രശസ്തരായ പലരും അന്ന് ആ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ KT ഉഷ, വലിയ കേരള ഒട്ടുക്കും അറിയപ്പെടുന്ന നർത്തകി, പിന്നെ ശാർങ്ങധരൻ, പിന്നെ മിമിക്രി കലാകാരൻ, അങ്ങനെ റാണി സ്കൂളിലെ പ്രഗത്ഭരായ കലാകാരൻ, അങ്ങനെ ഒരുപാട് പ്രശസ്തർ അന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തതായിട്ട് ഇന്നും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പം ഈ വായനശാലയിൽ ഇപ്പോൾ ഒരു തുടർച്ചയായി 4 വർഷം സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം പുതിയ കമ്മിറ്റി ആണെങ്കിലും സെക്രട്ടറി പഴയത് തന്നെ. എങ്ങനെയാണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ നമ്മൾ ആ ഗ്രേഡ് എ ഗ്രേഡ് നിലനിർത്താൻ ഇപ്പോഴും എ ഗ്രേഡാണ് വായനശാല. അത് നമ്മൾ നേരത്തെ പ്രേക്ഷകരുടെ മുന്നിൽ പറയുമ്പോൾ പറഞ്ഞിട്ടില്ല. അത് നിലനിർത്താൻ ഇപ്പം നമുക്ക് സാധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പം നമുക്ക് 298 മെമ്പർമാരുണ്ട് ലൈവായിട്ട്. അതായത് കുടിശ്ശിക കൃത്യമായിട്ട് വരിസംഖ്യ കുടിശ്ശിക ആക്റ്റീവ് മെമ്പർമാരായിട്ട് 298 ആളുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകം വായന മരിച്ചു എന്ന് പറയുന്നതിൽ അത്രയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. കാരണം വായനയുടെ അനുഭവം അങ്ങനെയല്ല. അല്ല വായനയുടെ പഴയ വായനയിൽ നിന്ന് ഇപ്പോഴത്തെ വായനക്ക് മാറ്റം വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അന്നത്തെ വായനയും ഇന്നത്തെ വായനയായിട്ട് അന്ന് നമ്മൾ ചെറുപ്പത്തിൽ നോവല്, പ്രത്യേകിച്ച് ഡിക്റ്റേറ്റീവ് നോവല്, ഇതൊക്കെ കിട്ടിയപാട് വാങ്ങി വായിക്കുന്ന അങ്ങനെ ഒരു പരന്ന വായന ഇല്ലെങ്കിലും ഇപ്പോൾ തിരഞ്ഞെടുത്ത വായനകൾ ഇപ്പോൾ നന്നായി നടക്കുന്നുണ്ട്. ഇപ്പോൾ
പുതിയ പുതിയ ഒരുപാട് പുതിയ പ്രസാധകരും എഴുത്തുകാരും ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. ഇപ്പൊ അപ്പം നമ്മളെ ഈ മുമ്പത്തെ നമ്മളിപ്പോൾ ഒരു ചെറിയ കെട്ടിൽ നിന്ന് മുമ്പത്തെ ആ ഒരു നമ്മുടെ പ്രധാനപ്പെട്ട അവർ മാറ്റി നിർത്താനല്ല, MT പോലെ ഇതിഹാസം തുല്യരായിട്ടുള്ള ആളുകളാണ് നോവലുകളായിരുന്നു ഒരു സമയത്ത് മുഴുവനായിട്ട് വരുന്നത്. ഇപ്പം പുതിയ അത് ഏകദേശം വലിയ രീതിയിൽ പ്രശസ്തരായിട്ടുള്ള പുതിയ എഴുത്തുകാരുണ്ട്. ഈ പുതിയ എഴുത്തുകാരുടെ സൃഷ്ടികളൊക്കെ നമ്മൾ വായനശാലയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം റാം കെയർ ഓഫ് ആരന്തി ഒരു പുതിയൊരു എഴുത്തുകാരനാണ്. പക്ഷെ ആ പുസ്തകം ഇവിടെ വരുമ്പോഴേക്കേ അത് എടുത്തുകൊണ്ട് ആൾക്കാരുണ്ട്. അപ്പം അതേപോലെ പിന്നെ ആനന്ദിന്റെ ആനന്ദല്ല ആടുജീവിതം, ബെന്യാമിൻ, അതെല്ലാം അങ്ങനത്തെ സെലക്റ്റീവായ പുസ്തകങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പിന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ ഗ്രന്ഥാലയത്തിൽ ഏറ്റവും വേഗത്തിൽ എത്തിക്കാനുള്ള ശ്രമവും നടത്താറുണ്ട്. നമ്മൾ ഏറ്റവും പുതിയ ഇങ്ങനത്തെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സെലക്റ്റീവായ പുസ്തകങ്ങൾ നമ്മളിപ്പോ പൊതുവെ പറഞ്ഞാലും ഈ വായന എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വായനക്ക് ഉള്ളൊരു ഗുണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വായന വായിക്കുന്ന സമയത്ത് ആ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് അതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം അവരുടെയൊക്കെ മുഖം നമുക്ക് സ്വയം രൂപീകരിക്കാൻ പറ്റുന്ന ഒരു സിനിമ പോലെയല്ലല്ലോ. ഒരു സിനിമയാകുമ്പോൾ ഒരു സംവിധായകൻ ഉണ്ടാക്കിയെടുക്കുന്ന രൂപങ്ങളാണ്. പക്ഷേ ഇത് ഒരു വായനയിൽ ഒരു കഥാപാത്രത്തെ ഓരോരുത്തർക്കും പല രീതിയിലും അതിൻ്റെ ഒരു ഗുണവും അത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് പിന്നെ പുതിയ തലമുറയുടെ വായന എങ്ങനെയാണ് നമ്മളെ വായനശാലയിൽ ഈ ഗ്രന്ഥാലയത്തിൽ? പുതിയ തലമുറ വായന ഇതുപോലെ തന്നെ അവർ അറിഞ്ഞു കേൾക്കുന്ന പുസ്തകങ്ങൾക്ക് അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഇന്ന പുസ്തകം വേണം, ഇവിടെ വന്ന് പരിധിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലല്ല, അവരെന്നെ ഇങ്ങോട്ട് നിർദ്ദേശിക്കുക ഇന്ന പുസ്തകം നമുക്ക് വേണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ നമുക്ക് അങ്ങനെ ഒരു സൗകര്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ലൈബ്രറിയുടെ അടുത്ത് വന്ന് കൂടുതൽ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ ഇല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ അടുത്തുണ്ട്. ഇപ്പം എൻ്റെ ഈ ഡിജിറ്റലൈസേഷൻ മറ്റേതെല്ലാം വന്നല്ലോ, ഇപ്പം കമ്പ്യൂട്ടറായിട്ടുള്ള സംഗതി. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഇനി ഒരു നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഈ പുസ്തകം ഇന്ന സ്ഥലത്ത് ഇവിടെയുണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ കാറ്റലോഗിങ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ വയോജന വേദിയുടെ ഒക്കെ പ്രവർത്തനം എങ്ങനെയാണ്? വയോജന ഇപ്പം ഇവിടെ ബാലവേദിയുണ്ട്, വനിതാ വേദിയുണ്ട്, വയോജന വേദിയുണ്ട്, പിന്നെ യുവജനങ്ങൾക്കായിട്ട് പ്രത്യേക ഒരു വേദിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പ്രത്യേക ഒരു സ്ക്വാഡായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷം ഏകദേശം ഒരു 20ഓളം പൊതുപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് ഗവൺമെന്റിന്റെ ഗ്രാന്റ് കിട്ടുന്നുണ്ട് ഒരു പരിപാടിക്ക്. നമുക്ക് ഗ്രാന്റ് സാധാരണ നമ്മൾ ഏറ്റവും വലിയ സംഭവമാണ് ഇത് വായനശാല പ്രവർത്തിച്ചു പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഗ്രാന്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പക്ഷേ അത് മതിയായ ഉണ്ടായിരിക്കാനുള്ള സാധ്യത. മറ്റേത് രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഒക്കെ സോഴ്സ് കണ്ടെത്തുന്നത്? ജനങ്ങളുടെ പിരിവോ അങ്ങനെ എന്തെങ്കിലും സംഭവം? പൊതുപിരിവേ ഇല്ല. നമ്മളിപ്പോ പ്രധാനമായിട്ടും പിന്നെ സഹായ ഫണ്ട് ഒരു 2ഓളം സഹായ ഫണ്ട് നടക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ഒരു വരുമാനം പരസ്പര സഹായനിധി. പരസ്പര സഹായനിധി. പിന്നെ ശരിക്കും ചെലവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലൊരു ചെലവുണ്ട്. കാരണം 5 ദിനപത്രങ്ങളും പിന്നെ 5 മലയാളം പത്രങ്ങളും 2 ഇംഗ്ലീഷ് പത്രങ്ങളും സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അത് വലിയൊരു ബാധ്യതയുണ്ട്. പിന്നെ നടത്തിക്കൊണ്ടുപോകാനുള്ള കറണ്ട് മറ്റുള്ള ചെലവുകൾ അപ്പുറം തന്നെ ചെലവ് വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഉണ്ട്, അതിന് ഇന്റർനെറ്റ് കണക്ഷൻ കൊണ്ട് പൈസ, അങ്ങനെ ഒരു വലിയൊരു ഭാരിച്ച ചെലവ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പൊതുജനങ്ങളിൽ ഈ യുവജനങ്ങൾ നമ്മൾ ഈ ഗ്രന്ഥാലയത്തോടുള്ള സമീപനം എന്താണ്? പൊതുവെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? യുവജനങ്ങളെ പ്രാതിനിധ്യം കുറവാ നിലവിൽ. പക്ഷെ നമ്മൾ ഇപ്രാവശ്യത്തെ കമ്മിറ്റിയിൽ നമ്മൾ കുറച്ച് യുവജനങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പല എന്തെങ്കിലും നൂതനമായ പരിപാടി ആവിഷ്കരിക്കാൻ പക്ഷേ നമ്മുടെ ഈ പഴയ തലമുറയെ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കില്ല പുതിയ തലമുറ നോക്കി. അതേ സമയത്ത് പുതിയ ടെക്നോളജീസ്, പിന്നെ അതുപോലെ പുതിയ നവമാധ്യമങ്ങളുടെ ഇടപെടൽ, അപ്പോൾ ഒരു പുസ്തകം വായിച്ച് ഒതുങ്ങാനുള്ള അല്ലെങ്കിൽ അതിനൊരു സമയം കണ്ടെത്താനുള്ളൊരു സമയം ഒന്നും അവരെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ആ രീതിയിൽ ചില ആകൃഷ്ടരാക്കാനുള്ള എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? അവർക്ക് യുവക്കാർക്ക് വേണ്ടി നമ്മളിപ്പോൾ സ്പോർട്സുമായിട്ട് കുറേ പേരെ നമുക്ക് അടുപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കേരളോത്സവത്തിന് ഷട്ടിലിന് നമ്മൾ കോർട്ടുണ്ട്. ഈ കോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ ഷട്ടിൽ മത്സരം തന്നെ ഇവിടെ നടക്കല്ലേ. അപ്പോൾ അതിൻ്റെ റൂഫിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞാൻ നടത്തുന്നുണ്ട്. നമ്മൾ MP ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് റൂഫും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ യോഗ പോലത്തെ പ്രാക്ടീസിന് അതിനും യുവാക്കൾക്ക് താല്പര്യമുണ്ട്. അതിനും നമ്മൾ എല്ലാ ദിവസവും കൂടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. പിന്നെ ഈ കേരളോത്സവം പോലെ പിന്നെ ക്രിക്കറ്റിന് ഇപ്രാവശ്യം നമ്മൾ ജില്ല വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്നുള്ള കുട്ടികൾ ജില്ലാ മത്സരത്തിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അതുവഴി കുറച്ച്
ഇങ്ങനെയുള്ള ഇത് അതായത് ഈ തലമുറ പുതിയതായാലും പഴയതായാലും ഈ രീതികൾ ഒരു പിന്നെ മാറി വരണമെങ്കിൽ ഒരു പക്ഷേ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മറ്റ് പ്രശ്നങ്ങളും ഈ ലഹരി അങ്ങനെയുള്ള പല രീതിയിലും യുവാക്കളടക്കമുള്ള ആളുകൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ധാർമ്മികമായി ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. ആ രീതിയിലായിരിക്കുമല്ലോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ ഇപ്പം ഇവരെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഭാവിയിലുള്ള ആസൂത്രണം എന്താണ്? പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഇപ്പം 4 വർഷമായി തുറന്നു വരുന്നതാണെങ്കിലും ഇനി എന്തെങ്കിലും വിട്ടുപോയതോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു സ്വപ്നമായിട്ട് ഒരു പദ്ധതി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി? നമ്മൾ ഇപ്പോൾ സിനിമ പ്രദർശനം നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പം പിന്നെ അതിനു വേണ്ട ഒരു പ്രൊജക്ടറും സ്ക്രീനും വെച്ചിട്ട് നമ്മൾക്ക് നമ്മളെ ക്ലാസിക്കുകളെ പ്രദർശിപ്പിക്കാനായിട്ട് ഒരു ഇതുണ്ട്. കുട്ടികളെ പൊതുവെ ആകർഷിക്കപ്പെടുന്നത്, അതായത് കുറച്ച് നിലവാരമുള്ള പിന്നെ സിനിമകളെ കൊണ്ടുവന്നിട്ട് അത് പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടി. അത് ഇവരുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് ഈ ആശയങ്ങൾ എത്തിക്കാൻ മാർഗമാണ് കുട്ടികളെ. പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ സ്കൂൾ കുട്ടികളെ ആകർഷിക്കാനുള്ള എല്ലാ മാസവും ക്വിസ് പരിപാടി വെക്കാറുണ്ട്. ഓരോ വിശേഷ ദിവസങ്ങളിലും കുട്ടികൾക്ക് ക്വിസ് പരിപാടി വെച്ചിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇപ്പം ഈ PSCയിലൊക്കെ ജനറൽ നോളജൊക്കെ ഇപ്പം ഈ ക്വിസ് പരിപാടിയൊക്കെ അങ്ങനെ വളർന്നു വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം അത് ഇപ്പം PSC പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെയെല്ലാം ഇത് കൂടുതലായിട്ട് ഇപ്പോൾ ആശ്രയിച്ച് വരുന്നത്. അപ്പോൾ ഈ ക്വിസ് പ്രോഗ്രാമിനൊക്കെ ഈ കുട്ടികളുടെ സ്വീകാര്യത എങ്ങനെയാണ്? പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നല്ല പങ്കാളിത്തമുണ്ട്. ഒരു എങ്ങനെ വന്നാലും ഒരു 50 മേലെ കുട്ടികളെ നമുക്ക് പങ്കെടുക്കുന്നത്. അത് എല്ലാ വാരത്തിലും ചെയ്യുന്നുണ്ട്. ആഴ്ചയിലാണോ അല്ലെ മാസത്തിൽ ഒന്നെങ്കിലും ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വായനശാലക്ക് ഇനി അത്യാവശ്യമായിട്ട് വേണ്ടതോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരുമാതിരി ബിൽഡിങ്ങും പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വായനശാലയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം ഈ പുസ്തകങ്ങളെ ഒരു ശരിക്കും പറഞ്ഞാൽ സ്ഥലപരിമിതിയുണ്ട്. നമുക്ക് ദിവസം ഞാൻ പറഞ്ഞില്ല ഒരു വർഷം 30,000 രൂപ നമ്മൾക്ക് പുസ്തകം പഠിക്കാൻ വേണ്ടി മാത്രം കടം കിട്ടുന്നുണ്ട് ഗവൺമെന്റിൽ നിന്ന്. അപ്പോൾ അത്രയും പുസ്തകങ്ങളെ ഇപ്പം 20,000-ത്തിനടുത്ത് പുസ്തകങ്ങളായി ഇവിടെ. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളെ ശേഖരിക്കാൻ വേണ്ട സ്ഥലപരിമിതി ഇപ്പം ശരിക്കും വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നെ അതെങ്ങനെ അതിജീവിക്കാനാണ് നിങ്ങൾ നടത്തുന്ന ശ്രമം? എങ്ങനെയാണ് പുതിയ സ്ഥലം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ബിൽഡിംഗ് പിന്നെ വലുതാക്കാനോ അങ്ങനെ രീതിയിലാണ് തരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മുകളിൽ റൂമുണ്ട്. ആ റൂമിനെ കുറേ കൂടി ഫർണിഷ് ചെയ്തെടുക്കാനുള്ള ഒരു പരിപാടി മനസ്സിൽ കാണുന്നുണ്ട്. പിന്നെ ഈ സേവന കേന്ദ്രം അത് നല്ല നിലക്ക് കൊണ്ട് ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്ന സമയത്ത് 2 കമ്പ്യൂട്ടറും 2 പ്രിന്ററും ഓൾറെഡി ഉണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്? ഇവിടുന്ന് ഇപ്പം പിന്നെ അത്യാവശ്യം പിന്നെ ഡൗൺലോഡിങ് മറ്റേ അപേക്ഷകൾ അങ്ങനെ സർക്കാരുമായിട്ട് സർക്കാരുമായി ഇല്ല, അങ്ങനെ അത് പൂർണ്ണമായിട്ടില്ല. എന്നാലും അത്യാവശ്യം ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? അതിന് നമ്മൾ വേറെ തന്നെ വായനശാലയുടെ ചെലവ് തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ തുച്ഛമായ ഒരു പൈസ, ഇപ്പം കോപ്പി എടുത്തു കൊടുക്കാൻ ചെറിയ അതിന്റെ ചെലവിന്റെ പൈസ മാത്രമായി ഒരു സേവനം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഈ വായനശാലകൾ പൊതുവെ ചെയ്യുന്ന യാതൊരു സേവന രംഗത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? പിന്നെ അതിൽ പിന്നെ എല്ലാ മാസവും നമ്മളിപ്പം ഈ പ്രഷർ ഷുഗർ മെഡിക്കൽ ക്യാമ്പ് അത് ചെയ്യുന്നുണ്ട്. അത് മാത്രം PHC ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെല്ലാ മാസവും വരുന്നുണ്ട്. പിന്നെ മറ്റാശുപത്രികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ക്യാമ്പും വെച്ചിട്ടുണ്ട്. കുറച്ച് മാസം മുമ്പേ മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രക്തദാന സേന തന്നെ ഉണ്ടാക്കാൻ ഇതുണ്ട്, പരിപാടിയുണ്ട്. അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ വായനശാലയിൽ ഒരു 18 വർഷത്തോളമായിട്ട് ഈ പുസ്തകത്തിൻ്റെ കാവൽക്കാരിയാണ് അല്ലേ നിഷായം? എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്? എല്ലാം വായന മരിക്കുന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളാണ് കൂടുതലായിട്ട് പിന്നെ വായനശാലയിലേക്ക് വരുന്നത്. പിന്നെ വനിതകൾ വരുന്നുണ്ട്, പ്രായമായവർ വരുന്നുണ്ട്, യുവാക്കളാണ് കുറച്ച് കുറവ് കാണുന്നത്. മറ്റുള്ള എന്നാലും ഇപ്പം കുറച്ചായിട്ട് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ പുസ്തകങ്ങൾ തരംഗമായി മാറുമ്പോൾ ട്രെൻഡിന്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെ ഈ സോഷ്യൽ മീഡിയ സെക്രട്ടറി പറഞ്ഞത് ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ? കുട്ടികളാണ്. കുട്ടികളുടെ പുസ്തകം ബാലസാഹിത്യം റെഫറൻസിനും വരുന്നുണ്ട്. അത് ഇവിടെ വന്നിട്ട് അവര് വായിച്ചിട്ട് പോകും. അല്ലാണ്ട് നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ MTയുടെയും പിന്നെ മൂന്നിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ
പുസ്തകങ്ങൾ തേടിയിട്ട് നമ്മളൊരു സമയമുണ്ടല്ലോ, ഒരു കുറച്ച് മുമ്പത്തെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ആ പുസ്തകങ്ങൾ തന്നെ നോക്കി വരുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും കഥാകാരന്മാരെ മാത്രം അന്വേഷിച്ച് വരുന്ന ഇപ്പോഴും അങ്ങനെ ആളുകളുണ്ടാവും. വരുന്നുണ്ട്. പിന്നെ ബെന്യാമിൻ, പിന്നെ ഓഷോ, പിന്നെ ഓഷോന്റെ ഒക്കെ പുസ്തകത്തിന് ആൾക്കാർ ആള് വരുന്നുണ്ട്, ചെറുപ്പക്കാർ. അതെ. പിന്നെ അതുപോലെ തന്നെ MT-ന്റെ രണ്ടാം ഊഴം, അതെല്ലാം അന്വേഷിച്ചിട്ട് ഇപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ വരുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചെല്ലാം കുറച്ച് ഇത് വരുന്നതുകൊണ്ട്, റിവ്യൂ വരുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ 18 വർഷമായി എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആരംഭകാലത്തുള്ള ഇതിന്റെ അനുഭവം? ഞാനിവിടെ ഒരു വായനക്കാരിയായി വന്നതാ. അപ്പൊ അങ്ങനെ പുസ്തകങ്ങളോട് വല്ലാത്തൊരു താല്പര്യം വന്നു. ചെറുപ്പം മുതലേ സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. വായിക്കുന്നയാളാ. അപ്പോൾ ഇവിടെ പുസ്തകം എടുക്കാൻ വന്ന് അങ്ങനെ ഇവിടുത്തെ അന്നത്തെ കാലത്തെ സെക്രട്ടറി ആയിരുന്ന എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇവിടെ ഒരു വനിതാ ലൈബ്രറിയൻ എന്നുള്ള ഒരു ഇതുണ്ട്, പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ഗ്രന്ഥശാല സംഘത്തിന്റെ അഫിലിയേഷൻ ഒന്നും ഇല്ലാത്തൊരു സമയം അല്ല, ഞാൻ വരുമ്പോ അന്നേരം അഫിലിയേഷൻ ഉണ്ടായിരുന്നു. അതിന് മുന്നേ അത് ഇവിടെ 90കളിലെങ്ങാൻ ആരംഭിച്ചതാ. അത് വായനശാല കമ്മിറ്റി തീരുമാനം എടുത്ത് വീടുകളിൽ ഇവിടെ വന്നെടുക്കാൻ പറ്റാത്ത, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരെല്ലാം ഉണ്ടാവില്ലേ സ്ത്രീകൾ, അപ്പോൾ അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു പദ്ധതി രൂപീകരിച്ചതാണ്. അതാണ് ആ പ്രാരംഭഘട്ടത്തിലെ പ്രവർത്തനം. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഇവിടെ പിന്നെ അന്നേരം പുരുഷന്മാർ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ അത് സ്ത്രീകൾ കൊണ്ടുപോകാൻ തുടങ്ങി. അതിനുശേഷം ഇവിടെ ഉള്ള ലൈബ്രറിയൻ വീട് മാറി പോയതിന് ശേഷം ആണ് എന്നോട് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ വരാൻ പറ്റുമോ, പുസ്തകങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അത് അന്നേരം അങ്ങനെ ആന്ന് പറഞ്ഞ് അങ്ങനെ 15 വർഷം വീടുകളിൽ കൊണ്ടു കൊടുത്തു. പുസ്തകം വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഈ 15 വർഷത്തിന് ശേഷം ഈ 3 വർഷമായിട്ടാണ് ഇവിടെ ലൈബ്രറിയനായിട്ട്. ഈ പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ കാലഘട്ടത്തിലുള്ള നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം പങ്കുവെക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റാതെന്ന് വെച്ചാല്, പിന്നെ ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, ചെറിയ കുട്ടിയും. അപ്പോൾ അവർ പറയാന്ന് വെച്ചാല്, ഈ പുസ്തകം കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം അതിജീവിക്കുക, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയാ, അങ്ങനെ. പിന്നെ LSS USS പിന്നെ പുസ്തകം ഞാൻ കൊണ്ടു കൊടുത്തിട്ട് അവര് കിട്ടിക്കഴിഞ്ഞേരോ അതിനും ഒരു ഭയങ്കര അവർക്കൊരു, പിന്നെ കുട്ടികൾക്ക് പുസ്തകം വായിച്ചിട്ട് അത് നേടിയെന്നുള്ളൊരു ഇത് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ചെറിയ കാലഘട്ടത്തിലല്ലേ. അപ്പൊ ഇത് ആ സമയത്തുള്ള ഒരു, ഇപ്പം ഇവിടെ വരാത്തവർക്ക് അതിന് സൗകര്യമില്ലാത്തവർക്കാണല്ലോ ഈ സ്ഥലത്തേക്ക്. അതെല്ലാം അങ്ങനെയല്ല, അത് വേണ്ടവർക്ക് വരുന്ന പുസ്തകം ആവശ്യപ്പെടും. അത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്ഥലത്ത്, അങ്ങനെ എല്ലാ ദിവസവും പോകും. ആഴ്ചയിൽ ഒരു ദിവസം ലീവ്, ബാക്കി എല്ലാ ദിവസവും ഈ പുസ്തകം ഓരോ ഭാഗത്തായിട്ടും അവർ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങളല്ലേ നമ്മൾ അങ്ങനെ എത്തിക്കും. പിന്നെ നോവല്, പൊതുവേ നോവല് കൂടുതലായിട്ട് കൊണ്ടുപോകും. നോവല് വായിക്കാൻ ആൾക്കാരുണ്ടാവലുണ്ട്. നിരുത്സാഹപ്പെടുത്തലില്ല വായന. അത് അവര് നോവല് വായിച്ച് കഴിഞ്ഞ് പിന്നെ അവര് മറ്റൊരു തലത്തിലേക്ക് മാറുന്നുണ്ട്. പിന്നെ അവര് ഓട്ടോമാറ്റിക്കായി ഗ്രന്ഥാലയത്തിലേക്ക് വന്നിട്ട് പുസ്തകം കൊണ്ടുപോകും. ഇപ്പൊ ഈ 3 വർഷമായി എന്ന് പറഞ്ഞു ഇപ്പം ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത്. ഇപ്പൊ നമുക്ക് എത്ര പുസ്തകങ്ങളുണ്ട് ഇവിടെ? 19,600 പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് ഗ്രന്ഥശാല സംഘത്തിന്റെ അപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിന് കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാലിച്ചിട്ടാണോ? അല്ല, അത് അങ്ങനെ തന്നെ. ഇപ്പൊ ഡിജിറ്റലൈസേഷന്റെ വർക്ക് നടക്കുന്നുണ്ടല്ലേ? അതിപ്പോ എത്രത്തോളമായി? കുറച്ച് അതിനുള്ളൂ. നമ്മള് പിന്നെ തുടങ്ങിയിട്ട് അത്രയൊന്നും ആയിട്ടില്ല. ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5000 പുസ്തകത്തിന്റെ അടുത്തേ ആയിട്ടുള്ളൂ. അതെ അല്ലേ. അപ്പോൾ ഈ പുസ്തകങ്ങളോട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഈ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുതിയ തലമുറക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? വായിക്കുക, എന്നാണ് വായിച്ചുകൊണ്ടേയിരിക്കുക. വായന എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന, വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, എനർജിയും പിന്നെ ഒരു സന്തോഷം. നമ്മൾ വായിച്ചതിലൂടെ നമുക്ക് എന്താ പറയുക, അതിനൊരു അനുഭൂതിയില്ലേ, അത് നമുക്ക് എന്തായാലും വിഷ്വലൈസേഷനിൽ കിട്ടുന്നില്ല. എൻ്റെ അനുഭവത്തിൽ പറയാന്ന് വെച്ചാൽ, ഞാൻ വായിച്ച പല നോവലുകളും ഞാൻ ഇപ്പോൾ ആടുജീവിതം വരെ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും അത് കഥാപാത്രങ്ങളെ അതിനകത്ത് കാണാൻ പറ്റിയില്ല. അതാണ് ഈ വായനയുടെ ഒരു വായന എന്ന് പറയുന്നത് നമ്മളെ പിന്നെ ഭാവന വർദ്ധിപ്പിക്കും. അത് നമുക്ക് നമ്മുടെ ഇപ്പം കഥാകാരന് ഉദ്ദേശിച്ച ആളെ പോലും നമ്മൾ ഉദ്ദേശിക്കണമെന്നില്ല. ഇല്ല, നമ്മളാണ് നമ്മളെ ഭാവന
വലുതാക്കി. ഈ വായനതിനകത്ത് അതിലൂടെയാണ് നിരൂപണങ്ങളൊക്കെ വളർന്നു വരുന്നത്. നിരൂപണത്തിന്റെ ആ രീതിയിലേക്ക് ഒരു ക്രിറ്റിസിസം ചെയ്യാൻ തോന്നാറുണ്ടോ? നമ്മള് പരസ്പരം ഈ ഇടുന്നെങ്കിൽ പുസ്തകങ്ങളൊക്കെ ഇന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ ഈ തിരിച്ചു കൊണ്ടുവരുന്നവരോട് അഭിപ്രായം ചോദിക്കാം. അവര് വന്നിട്ട് അന്നേരം അവരെ അഭിപ്രായം പറയും. അപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു വായനക്കാരന് പുസ്തകം സജസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാല് വ്യത്യസ്തമായ അഭിരുചികളുള്ള ആൾക്കാർ അന്ന് പുസ്തകം എടുക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ ഇന്നേ പുസ്തകം നിങ്ങൾ വായിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ പുതിയതായി വരുന്ന ഒരാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ലൈബ്രറിനോടാണ് ആദ്യം അഭിപ്രായം ചോദിക്കുക, നല്ല പുസ്തകം. അപ്പൊ അവരുടെ അഭിരുചി എങ്ങനെ തിരിച്ചറിയാം? ഇല്ല, അത് ഫസ്റ്റിൽ അവര് കൊണ്ടുപോയ പുസ്തകം ഒരു ഞാൻ ഏകദേശം അറിയപ്പെടുന്ന ഇപ്പൊ MT അതുപോലെയുള്ള ഒരു പുസ്തകം ആദ്യം കൊടുത്തിട്ട് അവരെ അഭിപ്രായം അറിയും. പിന്നെ ഒരു 2-3 പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഏകദേശം അവരെ ടേസ്റ്റ് അഭിരുചി മനസ്സിലാവും. പിന്നെ അവർ തന്നെ അത് കളക്ട് ചെയ്ത് ഇപ്പൊ എന്തായാലും ഇത് വന്നിട്ട് ഈ കൊണ്ടുപോയുള്ള ഡിസ്കഷൻ നമ്മളിവിടെ പുസ്തക ചർച്ച നടത്താറുണ്ട്. പുസ്തക ചർച്ച ആയിട്ട് തന്നെ നടത്താം. വനിതാ വേദിയുടെ കൂടെ അങ്ങനെ വനിതാ വേദിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം നടത്തിയ വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ ചർച്ച എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു അനുഭവം നല്ല അനുഭവമായിരുന്നു. ഒരു ഭയങ്കര നമ്മള് ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയല്ലേ ചർച്ചയിൽ പങ്കെടുത്ത് കുടുംബശ്രീ അംഗങ്ങളുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഈ പുസ്തകം വായിച്ചു വന്ന് ഇവിടെ വന്ന് നമ്മളിങ്ങനെ തന്നെ വട്ടത്തിലിരുന്ന് ഒരു ചർച്ച. അതൊരു പുതിയൊരു എന്താ പറയാ ഭയങ്കര അത് വായന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയൊരു ഇൻസ്പിറേഷൻ. അതായത് നമ്മള് പിന്നെ അവരെ ഇതിലേക്ക് നമ്മളവിടെ വിടുന്നതല്ല. ഞാൻ വായിച്ചു, അതേപോലെ തന്നെ നിങ്ങൾ വായിക്കും, പരസ്പരം സംസാരിക്കുന്ന സമയത്ത് മറ്റൊരു തലത്തിലേക്ക് മനസ്സിലാക്കും. അവരെ വീക്ഷണം വേറെയായിരിക്കും. അപ്പൊ ഈ ചർച്ചയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ട് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യും. ഇതാണ് ഉദ്ദേശിച്ചത്, എന്തായാലും കഥാകാരി ഉദ്ദേശിച്ചത് എന്തായാലും നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് മാമ്പഴം വായിച്ചിട്ട് ഇവിടെ ഒരു ചർച്ച വന്നിന്. അങ്ങനെ നമ്മൾ ചർച്ചയായിട്ട് വെച്ചതല്ല. കുറെ ആൾക്കാർ മാമ്പഴം കവിത വായിച്ചിട്ട് അപ്പോൾ ഒരാൾ പറഞ്ഞ് പിന്നെ ആ കുട്ടി പിന്നെ ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ വരൂല. പിന്നെ അങ്ങനെ ഒരു ചർച്ചയുടെ വന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ഒരു എന്താ വെച്ചാൽ ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോവോ? അനുവാചകരെ സംബന്ധിച്ച് പിന്നെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ആ കുട്ടി ആത്മഹത്യ ചെയ്തതാന്ന് പറയുമ്പോൾ നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലേ. നമ്മള് എന്ന് വെച്ചാല് ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ കുഞ്ഞുങ്ങൾ എന്നല്ലേ പറയുന്നത്. അപ്പോ അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് ആ കുട്ടി മരിച്ചുപോയി എന്നല്ലേ ചിന്തിക്കുന്നുള്ളൂ. ഏതായാലും ഗുണകരമായ ചർച്ചകളും സംഭവങ്ങളും ഒക്കെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഗ്രന്ഥാലയമായി വരുന്നത് അങ്ങനെയല്ലേ, അക്ഷരത്തിന്റെ വെളിച്ചം പകരാനുള്ള ഒരു ശ്രമം അത് ലൈബ്രറി എന്ന നിലയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഇനിയും ഒരുപാട് മുമ്പോട്ടേക്ക് പോകാനുള്ളൊരു ആശംസയും കൂടെ. ഈ പുസ്തകത്തിൻ്റെ ഒരുമിച്ച് തന്നെ ഇപ്പം 10-18 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ചെറുതൊന്നുമല്ലല്ലോ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ റെഫറൻസ് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ പിന്നെ കുറേ കാലം മുന്നേ ഇവിടെയുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങൾ വായിച്ച് ജോലി നേടിയ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മളെ പ്രസിഡന്റ്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഒരാളുണ്ട് ലത എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് എനിക്ക് ഞാൻ ജോലി നേടിയിട്ടുള്ളതെന്ന് എപ്പോഴും പറയുന്നത്. ഇവിടുത്തെ റെഫറൻസ് അവര് ഹെൽത്തിൽ അവര് പിന്നെ അന്നേരം നമുക്ക് ഗ്രാന്റ് കിട്ടുമ്പോൾ പുസ്തകം വാങ്ങാൻ വേണ്ടി സജസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഇന്ന പുസ്തകങ്ങൾ വേണം നമുക്ക് വായിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായിച്ച് ജോലി നേടിയിട്ടുണ്ടെന്ന് പറയും.
വായനശാലയുടെ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതുവരെയുള്ള ചരിത്രമൊക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് വളരെ നല്ല രീതിയിലുള്ളൊരു സന്ദേശം പൊതുജനങ്ങൾക്കും മറ്റ് ആളുകൾക്കും നൽകാൻ വേണ്ടി സാധിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏതായാലും ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് ദേശബന്ധു വായനശാല ഒരുപാട് ഉയർച്ചയിലേക്ക് സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഒരു വലിയ നക്ഷത്രമായി തിളങ്ങാനുള്ള ഇനിയും കൂടുതൽ എന്ന് വേണം പറയാൻ. നമ്മൾ സംബന്ധിച്ച് ഇപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത് തന്നെ. ഇനി ഏതായാലും കൂടുതൽ ഉയർച്ചകളിലേക്ക് ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമ്മൾ ഈ അധ്യായത്തിൽ പങ്കുവച്ചത് മാങ്ങാട്ടിടത്തെ ദേശബന്ധു വായനശാലയുടെ വിശേഷങ്ങളാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.